ഏതു വേഷത്തിലേക്കും നിമിഷാർദ്ധം കൊണ്ട് പരിവർത്തനം ചെയ്യപ്പെടാൻ പറ്റുന്ന അഭിനേതാവ്, കുടുംബ ബന്ധങ്ങളുടെ കഥ പറയുന്ന തിരക്കഥാകൃത്ത്, കഥകളെ ഹിറ്റാക്കി മാറ്റിയ സംവിധായകൻ, ഒരേ ഒരു കൊച്ചിൻ ഹനീഫ. കൊച്ചിൻ ഹനീഫ വിട പറഞ്ഞിട്ട് 15 ആണ്ടുകൾ പിന്നിടുന്നു. പക്ഷേ ഇപ്പോഴും കഥാപാത്രങ്ങളായി സജീവമായി തന്നെ കൊച്ചിൻ ഹനീഫ ഇവിടെ തന്നെയുണ്ട്. സലിം മുഹമ്മദ് ഘൗഷ് എന്നതായിരുന്നു കൊച്ചിൻ ഹനീഫയുടെ യഥാർത്ഥ പേര്. മിമിക്രിയിലൂടെയും മോണാക്റ്റിലൂടെയും നാടകത്തിലൂടെയുമാണ് കലാരംഗത്തേക്കുള്ള കടന്നുവരവ്. സെൻറ്റ് ആൽബർട്ട് കോളേജിലെ ആർട്സ് സെക്രട്ടറി ആയിരുന്നു സലിം മുഹമ്മദ് ഘൗഷ്. ചിക്കൻ പോക്സ് വന്ന് കിടപ്പിലായ സമയത്ത് യൂണിവേഴ്സിറ്റി കലോത്സവത്തിൽ മോണാക്റ്റ് അവതരിപ്പിച്ച 1ാം സമ്മാനം നേടിയ സലിം മുഹമ്മദ് ഘൗഷ് ആദരിക്കപ്പെട്ടത് അഴിമുഖം എന്ന സിനിമയിൽ അവസരം നൽകിക്കൊണ്ടായിരുന്നു. കൊച്ചിൻ കലാഭവനിൽ കയറിയതോടെയാണ് കൊച്ചിൻ ഹനീഫ എന്ന പേര് സ്വീകരിക്കുന്നത്. പിന്നീടും ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചു. മിക്ക കഥാപാത്രങ്ങളും പേരുപോലുമില്ലാത്ത വഴിയാത്രക്കാരൻ മാത്രമായ വേഷങ്ങളായിരുന്നു. അതൊന്നും കൊച്ചിൻ ഹനീഫയെ നിരുത്സാഹപ്പെടുത്തിയില്ല. തനിക്ക് കിട്ടുന്ന കഥാപാത്രങ്ങൾ സിനിമയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടേക്കാം എന്നറിഞ്ഞാൽ പോലും കൊച്ചിൻ ഹനീഫ അതിൽ അഭിനയിക്കാൻ പോകുമായിരുന്നു. കൊച്ചിൻ ഹനീഫയ്ക്ക് സിനിമയോട്, അഭിനയത്തോട് അടങ്ങാത്ത അഭിനിവേശമായിരുന്നു. മാമാങ്കം എന്ന ചിത്രത്തിലാണ് ശ്രദ്ധിക്കപ്പെടുന്ന കഥാപാത്രം കിട്ടിയത്. അതിനുശേഷവും ചെറിയ വേഷങ്ങളിലേക്ക് ചുരുങ്ങി. യെസ് ബോസ് എന്ന ഡയലോഗുകൾ മാത്രമായിരുന്നു മിക്കപ്പോഴും കൊച്ചിൻ ഹനീഫയുടെ സാന്നിധ്യം അറിയിച്ചത്. പിന്നീട് വില്ലൻ കഥാപാത്രങ്ങൾ കിട്ടിത്തുടങ്ങി. പ്രേം നസീർ, ജയൻ തുടങ്ങി മുൻനിര താരങ്ങളുടെ ഒപ്പം വില്ലൻ വേഷങ്ങൾ ചെയ്തു. 1977 അവൾ ഒരു ദേവാലയം എന്ന ചിത്രത്തിലൂടെ തിരക്കഥാകൃത്തായി മാറി. 1985 ഒരു സന്ദേശം കൂടി എന്ന ചിത്രത്തിലൂടെയാണ് കൊച്ചിൻ ഹനീഫ സംവിധായകനാകുന്നത്. തൊട്ടടുത്ത വർഷം 3 മാസങ്ങൾക്ക് മുമ്പ് എന്ന ചിത്രം എഴുതി സംവിധാനം ചെയ്തതോടെയാണ് കൊച്ചിൻ ഹനീഫയിലെ എഴുത്തുകാരനും സംവിധായകനും ശ്രദ്ധിക്കപ്പെട്ടത്. കലൈഞ്ചർ കരുണാനിധി ഈ ചിത്രം കണ്ട് ചെന്നൈയിലേക്ക് ക്ഷണിച്ചു. തമിഴിലേക്ക് ഇതേ ചിത്രം പാസൈ പറവകൾ എന്ന പേരിൽ കരുണാനിധിയുടെ നിർമ്മാണത്തിലിറങ്ങി. സംവിധാനം കൊച്ചിൻ ഹനീഫ തന്നെ. കരുണാനിധിയുമായുള്ള വിശേഷപ്പെട്ട സൗഹൃദത്തിനായിരുന്നു അന്ന് തുടക്കം കുറിച്ചത്. MGRന് ശേഷം കരുണാനിധിയുടെ ഹൃദയത്തിൽ ചേർത്തുവെച്ച മലയാളിയായിരുന്നു കൊച്ചിൻ ഹനീഫ. പാസൈ പറവകൾ ഹിറ്റായതോടെ അടുത്ത ചിത്രം പാടാത്ത തേനേക്കൾ, പാസാമഴയിൽ തമിഴിലും മലയാളത്തിലും സംവിധായകൻ്റെ വേഷത്തിലും അഭിനേതാവിൻ്റെ വേഷത്തിലും കൊച്ചിൻ ഹനീഫ തിളങ്ങി. മലയാളത്തിലും തമിഴിലുമായി 13 സിനിമകൾ സംവിധാനം ചെയ്തു. 16 തിരക്കഥകൾ എഴുതി. ലോഹിതദാസ് കൊച്ചിൻ ഹനീഫയുടെ പ്രിയപ്പെട്ട എഴുത്തുകാരനായിരുന്നു. ലോഹിതദാസിൻ്റെ സിനിമകളിലാണ് കൊച്ചിൻ ഹനീഫയുടെ വേഷവൈവിധ്യം കണ്ടത്. കിരീടം എന്ന ചിത്രത്തിൽ ഹൈദ്രോസ് എന്ന കഥാപാത്രത്തിലൂടെ കൊച്ചിൻ ഹനീഫ തമാശ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുമെന്ന് കാണിച്ചു തന്നു. പിന്നീട് ഇങ്ങോട്ട് നിരവധി ചിത്രങ്ങളിൽ കൊച്ചിൻ ഹനീഫ ഹാസ്യ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു. പഞ്ചാബി ഹൗസിലെ ഗംഗാധര മുതലാളിയും ഈ പറക്കും തളികയിലെ കുറുപ്പ് SIയും പുലിവാൽ കല്യാണത്തിലെ ധർമ്മേന്ദ്രയുമൊക്കെ മലയാളികൾ ചിരിച്ചു മറിഞ്ഞ ചിത്രങ്ങളാണ്. ഇതിനിടയിൽ സൂത്രധാരൻ എന്ന ചിത്രത്തിലൂടെ ലോഹിതദാസ് കൊച്ചിൻ ഹനീഫയിലെ സ്വഭാവ നടനെ പുറത്തെടുത്തു. ഏതൊരു കഥാപാത്രം ലഭിച്ചാലും അതിൽ കൊച്ചിൻ ഹനീഫ ഇഴുകിച്ചേരും. അതറിയാവുന്നയാൾ ലോഹിതദാസ് ആയിരുന്നു. ലോഹിതദാസിനോടുള്ള ഇഷ്ടം കൊച്ചിൻ ഹനീഫ കാണിച്ചത് ലോഹി സിനിമകളിൽ സ്വാധീനപ്പെട്ടുകൊണ്ടാണ്. വാത്സല്യവും ഭീഷ്മാചാര്യയുമൊക്കെ ലോഹിയുടെ കഥാകഥനത്തോട് സാമ്യപ്പെട്ട് കിടക്കുന്നുണ്ടെന്ന് കൊച്ചിൻ ഹനീഫ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഏതൊരു കഥാപാത്രത്തിലേക്കും അനായാസം ഇഴുകിച്ചേരുന്നത് പോലെ തന്നെ ഏതൊരു സന്ദർഭത്തോടും കൊച്ചിൻ ഹനീഫ അതിവേഗം ലയിക്കപ്പെടും. സൗഹൃദങ്ങളുടെ വേദനകളിൽ പൊട്ടിക്കരയുന്ന, ചിരിക്ക് വകയുള്ളത് കണ്ടാൽ പൊട്ടിച്ചിരിക്കുന്ന, എല്ലാത്തിനുമൊടുവിൽ സ്നേഹം മാത്രം അവശേഷിപ്പിക്കുന്ന കൊച്ചിൻ ഹനീഫ. അപൂർവ സൗഹൃദങ്ങൾ ഏറെ ഉണ്ടായിരുന്നു കൊച്ചിൻ ഹനീഫയ്ക്ക്. അതിൽ കലൈഞ്ചർ കരുണാനിധി മുതൽ പാലക്കാടുള്ള സാധാരണക്കാരനായ ചായക്കടക്കാരൻ വരെയുണ്ട്. എല്ലാവരെയും ഒരേ സ്നേഹത്തിൻ്റെ മാലയിൽ കോർത്തിട്ടു. അവസാനം എല്ലാവരെയും ഒരുപോലെ ചിരിപ്പിച്ച് പിന്നീട് ഒരു വാർത്തയാൽ വേദനിപ്പിച്ച് കൊച്ചിൻ ഹനീഫ കടന്നുപോയി. അതിനുശേഷം 15 വർഷങ്ങൾ കൂടി കടന്നു പോകുന്നു. കൊച്ചിൻ ഹനീഫയുടെ ഓർമ്മകൾ ഇവിടെ നിലനിൽക്കുന്നു. ഗംഗാധര മുതലാളിയിലൂടെ, ഗോവിന്ദൻകുട്ടിയിലൂടെ, വീരാൻകുട്ടിയിലൂടെ, വടക്കേത്തല ശിവദാസിലൂടെ, സുന്ദരേശനിലൂടെ, മണിയങ്കിളിലൂടെ, തോമയിലൂടെ, ഫിലിപ്പോസ് അങ്കിളിലൂടെ, അങ്ങനെ നിരവധി കഥാപാത്രങ്ങളിലൂടെ.